നമസ്കാരം. ഇന്നിപ്പോ വെസ്റ്റ് ജില്ലാ പാലക്കാട് ഹെൽപ്പ് ഡെസ്ക് ഓഫീസാണ്, BJP ഓഫീസാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മുടെ ആവാസ് പ്ലസ് ആപ്പ് ഉണ്ടായിരുന്നല്ലോ, നമ്മളെ വീടുകൾ രജിസ്റ്റർ ചെയ്യുന്ന ഇത്. അപ്പോൾ നമ്മൾ അതിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാരൊക്കെ നമ്മുടെ എല്ലാ പഞ്ചായത്തിലേക്കും വിളിച്ചിരുന്നു. അപ്പോൾ ജനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. കാരണം ഇപ്പോൾ അവരെ അത് രജിസ്റ്റർ ചെയ്യാൻ ഓൾറെഡി ബ്ലോക്കായി ആ സൈറ്റ്. അപ്പോൾ നമുക്ക് അതിൽ ഇപ്പോൾ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ ഇവിടെ? വീട് നമുക്കിപ്പോൾ അവർക്ക് ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവാസ് പ്ലസ് വേറെ ഒന്നുമല്ല, ഇവിടെ പലവരെയും അവോയ്ഡ് ചെയ്ത് നിൽക്കുന്ന, അതായത് ഒഴിവാക്കി നിർത്തിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് ഇതുപോലെ ഒരു പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ VO ആരും ഒന്നും ഒരു കോൾ പോലും ഒന്നും ചെയ്തിട്ടില്ല ഇതിൻ്റെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉണ്ടോ? കാരണം BJP ഹെൽപ്പ് ഡെസ്കിൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മളിപ്പോൾ ജില്ലാ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാ ജില്ലകളിലും നമ്മൾ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിവിടെ എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരാൾ വീടില്ല എന്ന് പറഞ്ഞു വന്ന ആള് വീടില്ല, ആ വീടിന്റെ ഇപ്പോൾ നമുക്ക് PMAYയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ ലൈവായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട രേഖകൾ എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് റേഷൻ കാർഡിന്റെ കോപ്പി, ആധാറിന്റെ കോപ്പി. റേഷൻ കാർഡിൽ 18 വയസ്സിന് കൂടുതൽ ആരുടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും ആധാറിന്റെ ഡീറ്റെയിൽസ് വേണം. പിന്നെ ആധാരം വേണം, ആധാരത്തിന്റെ കോപ്പി ആയാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് തിരിച്ചറിയൽ കാർഡ്, നികുതി അടിച്ച റെസിപ്റ്റ്, പിന്നെ ഫോട്ടോ, അപേക്ഷയുടെ ഫോട്ടോ, അങ്ങനെ മതി. അപ്പോൾ നമ്മൾ ഇപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മളത് രജിസ്റ്റർ ചെയ്താൽ, നമുക്ക് ഇവിടുന്ന് രജിസ്റ്റർ ചെയ്താൽ BJP ഓഫീസിൽ വന്നിട്ട് തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പഞ്ചായത്തിൽ നിന്ന് കോൾ വരും, വിളിക്കും, നമ്മുടെ സ്ഥിതി അന്വേഷിക്കും. അപ്പോൾ ഈ ഇവിടെ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ യാതൊരു വിധേനയും തിരിഞ്ഞു നോക്കാത്ത നിരവധി ആൾക്കാരുടെ ഒരു പരാതിയാണ്. അപ്പോൾ അതിനൊരു അറുതിയാണ് നമ്മുടെ ഇപ്പോൾ ഈ ഒരു ഹെൽപ്പ് ഡെസ്ക് ഇവിടെ BJPയുടെ ഹെൽപ്പ് ഡെസ്ക് അത്രയും ഉപകാരമാണ്. ഇത് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാനി